ഈ സീസൺ IPL-ലെ 55-ാം മത്സരം ഇന്ന് നടക്കാൻ പോകുമ്പോൾ ഏറ്റവും പുതിയ പോയിന്റ് ടേബിളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 10, 9, 8 സ്ഥാനത്ത് നിൽക്കുന്ന ചെന്നൈ, ഹൈദരാബാദ്, രാജസ്ഥാൻ തുടങ്ങി 3 പേരും ടൂർണമെന്റിന്റെ പുറത്താണ്. 7ാം സ്ഥാനത്ത് നിൽക്കുന്ന LSG-ക്ക് 11 മത്സരത്തിൽ 10 പോയിന്റാണുള്ളത്. -0.46 എന്ന മോശം റൺ റേറ്റ് കൂടി ഉള്ളപ്പോൾ ശേഷിക്കുന്ന 3-ൽ 3 വിജയമാണ് ഇവർക്ക് വേണ്ടത്. റൺ റേറ്റ് മെച്ചപ്പെടുത്തുകയും വേണം. ഒരു ഗെയിം തോറ്റാൽ തന്നെ LSG പുറത്തേക്ക് പോകും. 6ാം സ്ഥാനത്ത് 11 മത്സരത്തിൽ 11 പോയിന്റുമായി KKR ആണ് നിൽക്കുന്നത്. +0.249 ആണ് ഇവരുടെ റൺ റേറ്റ്. ലാസ്റ്റ് 2 മത്സരത്തിലും വിജയം നേടി കൊൽക്കത്ത അവരുടെ സാധ്യത മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ 3 വിജയം നേടാൻ പറ്റിയാൽ മാത്രമേ ഈ ചാൻസ് KKR-ന് നിലനിൽക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു 15 പോയിന്റ് ക്വാളിഫിക്കേഷൻ 4th ടീമിന് കിട്ടിയാൽ മാത്രമേ KKR-ന് എന്തെങ്കിലും സാധ്യതയുണ്ടാകൂ. ചെന്നൈ, ഹൈദരാബാദ്, RCB എന്നിവർക്കെതിരെയാണ് ശേഷിക്കുന്ന 3 മത്സരങ്ങൾ. 5ാം സ്ഥാനത്ത് 10 മത്സരത്തിൽ 12 പോയിന്റുമായി ഡൽഹിയാണ് നിൽക്കുന്നത്. റൺ റേറ്റ് പോസിറ്റീവ് തന്നെയാണ്. ഇന്ന് ഹൈദരാബാദിനെ ഡൽഹി നേരിടുമ്പോൾ ഒരു മസ്റ്റ് വിൻ സിനാരിയോ ആണ് ടീമിന് നിലനിൽക്കുന്നത്. കാരണം ഇന്ന് തോറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ 3-ൽ 2 വിജയം എന്ന നിലയിലേക്ക് ഇവരുടെ കാര്യങ്ങൾ എത്തും. ആ 3 മത്സരങ്ങൾ മുംബൈ, പഞ്ചാബ്, ഗുജറാത്ത് എന്നിവർക്കെതിരെയാണ് എന്നത് കാര്യങ്ങൾ കൂടുതൽ ടൈറ്റ് ആക്കുകയും ചെയ്യും. ആദ്യ 4 മത്സരത്തിൽ 4 വിജയിച്ച ഡൽഹി പിന്നീട് നടന്ന 6 മത്സരത്തിൽ വെറും 2 എണ്ണം മാത്രമാണ് വിജയിച്ചത്. ടീമിന്റെ മൊമെന്റവും ഇവിടെ നഷ്ടപ്പെട്ടതുപോലെയാണ് കാണപ്പെടുന്നത്. 4-3 സ്ഥാനത്ത് 14 പോയിന്റുമായി ഗുജറാത്ത്, മുംബൈ എന്നിവരാണ് നിൽക്കുന്നത്. റൺ റേറ്റ് ഈ 2 പേർക്കും പ്രശ്നമല്ല. നാളെ ഈ 2 പേർ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ എന്തായാലും ഇതിലൊരാൾ 16 പോയിന്റിലേക്ക് പോകും. ഗുജറാത്തിന് 4 മത്സരങ്ങൾ ശേഷിക്കുമ്പോൾ അതിൽ 1 വിജയവും മുംബൈക്ക് 3 മത്സരങ്ങൾ ശേഷിക്കുമ്പോൾ അതിൽ 1 വിജയവുമാണ് വേണ്ടത്. മുംബൈയാണ് നാളെ തോക്കുന്നതെങ്കിൽ പിന്നെയുള്ള 2 മത്സരങ്ങളിൽ 1 വിജയം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. പഞ്ചാബും ഡൽഹിയുമാണ് ഇവിടെ മുംബൈയുടെ എതിരാളികളായി മാറുക. ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന ടീമുകൾ തമ്മിൽ പരസ്പരം ക്രോസ് മത്സരം വരുന്നതാണ് ഇത്തവണത്തെ പോയിന്റ് ടേബിൾ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുന്നത്. 2ാം സ്ഥാനത്ത് 15 പോയിന്റുമായി പഞ്ചാബാണ് നിൽക്കുന്നത്. 2014-ന് ശേഷം ആദ്യമായിട്ടാണ് പഞ്ചാബ് 14 പോയിന്റ് ഒരു IPL-ൽ നേടുന്നത്. 3 മത്സരങ്ങൾ ഇവർക്ക് ശേഷിക്കുമ്പോൾ അതിൽ 1 വിജയം 17 പോയിന്റിലേക്ക് ടീമിനെ എത്തിക്കും. ഇത് കൺഫേമായും പ്ലേ ഓഫ് ബർത്ത് ഇവർക്ക് നൽകുകയും ചെയ്യും. ഡൽഹി, മുംബൈ, രാജസ്ഥാൻ എന്നിവർക്കെതിരെയാണ് ശേഷിക്കുന്ന 3 മത്സരങ്ങൾ. 1ാം സ്ഥാനത്ത് 16 പോയിന്റുമായി RCB ആണ് നിൽക്കുന്നത്. 99% പ്ലേ ഓഫ് RCB ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി 3 മത്സരങ്ങൾ ശേഷിക്കുമ്പോൾ ക്വാളിഫയർ 1 മാത്രമായിരിക്കും ബാംഗ്ലൂരിന്റെ ടാർഗറ്റ്. നിലവിൽ 99% ചാൻസ് RCB-ക്കും, 96% ചാൻസ് പഞ്ചാബിനും, 85% ചാൻസ് ഗുജറാത്തിനും മുംബൈക്കും, 60% ചാൻസ് ഡൽഹിക്കും, ഒരു 30% ചാൻസ് കൊൽക്കത്തയ്ക്കും ലക്നൌവിനും എന്നിങ്ങനെയാണ് കാണപ്പെടുന്നത്.